ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മൊബൈൽ നൂണ് വഴി ഓർഡർ ചെയ്തിട്ട് ഒരു മൊബൈൽ എടുത്തു. ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിന് എടുത്തതാണ്. അപ്പം ഇത് പ്ലാസ്റ്റിക് ഫ്രീ ബോക്സ് ഒക്കെയാണ്. അത്യാവശ്യം ഇതിനകത്ത് ഫുള്ള് പേപ്പർ വർക്കാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഈ പേപ്പർ വന്നിട്ട് ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് ഫുള്ള് പേപ്പർ തന്നെയാണ്. അപ്പം താണ്ട് നമ്മൾ സാധനം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എഡ്ജ് അത് നമ്മുടെ മോട്ടോറോൻ്റെ മോട്ടോ എഡ്ജ് 40 ആണ് മൊബൈൽ. അതായത് 8GB റാം 256 GB വരുന്ന ഒരു മൊബൈലാണ്. അത്യാവശ്യം നല്ല എല്ലാവരും റിവ്യൂ നോക്കിയാൽ കൊള്ളാം, കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ എടുത്തൊരു മൊബൈലാണ്. അപ്പോൾ ഇത് ഞാൻ ബോക്സിനകത്ത് എന്തൊക്കെയാണ് എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ആദ്യം തുറന്നപ്പോൾ തന്നെ ഒരു സൈഡിൽ സാധനം ഇരിക്കുന്നുണ്ടോ നോക്കട്ടെ. ഇത് വന്നിട്ട് അതും നമ്മുടെ ഈ പേപ്പറാണ് കേട്ടോ, ഫുള്ള് പേപ്പർ പാക്കിങ്ങാണ് വരുന്നത്. ഇത് തുറക്കുമ്പോഴത്തേക്കിന് കേസാണ് കേട്ടോ. കേസ് ഒരു സിമ്മിജിക്ടർ പിന്നുണ്ട്, അത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു യൂസർ മാനുവലുണ്ട്. അതിൻ്റെ അങ്ങനത്തെ 2 ബുക്കുകളുണ്ട്. പിന്നെ കണ്ട അതിൻ്റെ കേസാണിത്. അത് നമ്മുടെ സിലിക്കോൺ കേസ് ഉണ്ടല്ലോ, അത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പക്ഷേ ഈ പാക്കിംഗ് ആണ് നമ്മൾ പറയുന്നത്, ഫുള്ള് പേപ്പറാണെന്നുള്ളത്. അത് സിലിക്കോൺ കേസാണ്. സിലിക്കോൺ എന്ന് പറയാൻ പറ്റത്തില്ലെന്നുള്ളത്. ഇത് കുറച്ച് നമ്മുടെ സിലിക്കോണൊക്കെ നല്ലൊരു ഇതാവുമല്ലോ. എനിക്കിത് പൊട്ടിപ്പോകുന്നൊരു ഫീൽ വരുന്നുണ്ട്. എന്തെങ്കിലും വളയ്ക്കുന്നില്ല, പൊട്ടിക്കാൻ വയ്യ. മൊബൈൽ എടുക്കാം. മൊബൈലിൻ്റെ അകത്ത് വേറെ ഉണ്ട്. അത് ഇതാണ് മൊബൈൽ മാറ്റി വയ്ക്കുന്നു. പിന്നെ ഒരു പേപ്പർ. പിന്നെ ഇതാണ് ചാർജർ. ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ് കേട്ടോ. 68 വാട്ട് ചാർജിങ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് അതിനകത്തും പേപ്പറാണ് അവർ കൊടുത്തത്. അത് അത്യാവശ്യം നല്ല ഡീസൻറ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 68 ആണ് കേട്ടോ. അതിനകത്ത് പ്രത്യേകം അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഈ ഗൾഫിലായതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഇതേ വരത്തുള്ളൂ, സ്ക്വയർ ടൈപ്പേ വരത്തുള്ളൂ. നാട്ടിലൊക്കെ ഉള്ളത് അതല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ കേബിള്. നമ്മുടെ മറ്റുള്ള ബോക്സുകളിലൊന്നും ചാർജർ കിട്ടാറില്ല, കേബിൾ മാത്രമേ കിട്ടാറുള്ളൂ. പിന്നെ സിമ്മിജിക് പിന്നും അതുതന്നെ ഈ കേസൊന്നും കിട്ടാറില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് മോട്ടോ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. വളരെയധികം നല്ലൊരു കാര്യമാണ്. ഞങ്ങൾ എടുത്ത പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം. ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ്ങിന് പറ്റിയ ടൈപ്പ് സി ടു ടൈപ്പ് സി ആകുമ്പോഴത്തേന് ഫാസ്റ്റ് ചാർജിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ട് ചാർജ് ആവുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊരു പേപ്പർ ബോക്സ് ആണ്. ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല, കാരണം ഇത് പിന്നെ എടുത്ത് വെച്ചേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. നമുക്ക് മൊബൈൽ എടുക്കാം. പ്ലാസ്റ്റിക്കല്ല, സാധാരണ ഇതൊരു പ്ലാസ്റ്റിക് ഇവിടെ വരാറ്. ഇത് പ്ലാസ്റ്റിക്കല്ല, ഇത് പേപ്പർ തന്നെയാണ് കേട്ടോ. ഫുള്ളി പേപ്പറാണ്. കാണിച്ചു തരാം. പേപ്പർ കയറി കാണിക്കാം. ഇതാണ് പേപ്പർ. പിന്നെ ഇതിനകത്ത് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എഡ്ജ് 40, അതായത് മോട്ടോ എഡ്ജ് 40 ആണ് മൊബൈൽ. അപ്പോൾ ഞാൻ ഈ മൊബൈൽ ഓൺ ആക്കുകയാണ് കേട്ടോ. ഈ മൊബൈൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. കളർ വന്നിട്ട് ലൂണർ ബ്ലൂ ആണ് കളറ്. ഡബിൾ ഫ്ലാഷ് വരുന്നിട്ട് ഇത് എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ പറ്റിയൊന്നും ഫംഗ്ഷനും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എന്നാലും ഒരുപാട് റിവ്യൂസ് ആൾക്കാർ പറയുന്നുണ്ട്. നമ്മൾ റിവ്യൂസ് പറയുന്നതല്ല, ഞങ്ങൾ ജസ്റ്റ് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ കൊണ്ട് കൗതുകമാണ്. കാരണം ഫുള്ള് പേപ്പർ ബോക്സ് വന്നതുകൊണ്ട് അതിൻ്റെ കൗതുകത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഓപ്പൺ ആക്കി നിങ്ങളൊന്ന് കാണിക്കുക എന്ന് മാത്രം. അത്യാവശ്യം നല്ല ഒരു സ്മൂത്തായിട്ടുള്ള സാധനം. പക്ഷേ ഇതിന് കുഴപ്പമില്ല, കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ മൊബൈലാണ്. അതിൻ്റെ തിക്നെസ് ഒന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് വന്നിട്ട് ഡ്യുവൽ സിമ്മാണ്. ഡോൾബി അറ്റ്മോസ്ഫിയർ വരുന്നുണ്ട്. ഡ്യുവൽ സ്പീക്കർ വരുന്ന ടൈപ്പ് സിസ്റ്റമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓണായി വരുന്നുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം പറയാനുള്ളത് കേസും അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. തറ വീണ പൊട്ടും, തീർച്ചയായിട്ടും പൊട്ടും. ഏത് ഫോണായാലും പൊട്ടും, എങ്ങനെ എറിഞ്ഞാലും പൊട്ടും. ചെറിയൊരു വീഴ്ചയ്ക്കൊക്കെ അത് കൺട്രോൾ ചെയ്യും. പക്ഷേ എന്നാൽ പോലും നമ്മൾ കേസ് ഇട്ട് ഉപയോഗിക്കുക. സ്ക്രാച്ച് വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുമായാലും എല്ലാവരും എനിക്ക് പറയാനുള്ളത് കേസ് ഇട്ട് ഉപയോഗിക്കുക. ഞാൻ റിവ്യൂ പറയുന്ന ആളൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് അറിയാവുന്നൊരു ചെറിയൊരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ഇരിക്കുന്ന ഇപ്പോൾ S23 ആണ്. അതിനകത്ത് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചൊക്കെ വീണിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ ഗാർഡ് ഉപയോഗിക്കാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തപ്പോഴത്തേനകത്ത് ചെറിയ മൈന്യൂട്ടായിട്ട് ലൈനൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്ക്രീൻ ഗാർഡ് ഉപയോഗിച്ച് മാത്രം മൊബൈൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവർക്ക്, കാശുള്ളവർക്ക് എന്ത് ആവാമല്ലോ. ഇപ്പം ഞാൻ ഇതിനകത്ത് കേസ് ഇട്ടിട്ടുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ കേസിന് ഇതെനിക്ക് തോന്നുന്നു മറ്റേ അക്രലിക് പോലത്തെ ഒരു മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്ലാസ്റ്റിക് അല്ല. ഇത് നമുക്കില്ല മഞ്ഞ കളർ, നമ്മുടെ പിടിച്ചിട്ട് മഞ്ഞ കളർ വരും. ആ ഒരു ഫീൽ ഇതിനകത്ത് വരത്തില്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കൊള്ളാം, നല്ലൊരു കേസാണ്. പക്ഷേ ഈ കേസ് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ഇതിപ്പം ഞാനും എൻ്റെ ഫ്രണ്ടിനോട് റെക്കമെൻഡ് ചെയ്യുന്ന ഈ കേസ് ഇടല്ലെന്നാണ്. കാരണം കുറച്ചും കൂടി കവറിങ് ഉള്ള കേസ് ഇടാനെ കൊണ്ട് ഞാൻ പറഞ്ഞത്. കാരണം ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. കാരണം ഈ സൈഡിലുണ്ടല്ലോ, ഈ സൈഡിൽ വന്നിട്ട് കുറച്ചും കൂടി
കയറി നിൽക്കുന്ന ടൈപ്പ് കിട്ടും. ആ ഒരു ടൈപ്പ് കേസ് മാത്രം ഉപയോഗിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം തറ വീണ പൊട്ടും എന്നുള്ളതിൻ്റെ ഒറ്റ ഒരു ഇതിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് നമ്മൾ മറ്റുള്ളവർ ഏറ്റവും കൂടുതലും കുറേ ക്യാമറകൾ, ഇപ്പോൾ S23 ആണ് എൻ്റെ ഇരിക്കുന്നത്. ആ S23ക്ക് അതുകൊണ്ട് നാല് ക്യാമറയുണ്ട്, ഒരു സെൻസറുണ്ട്. അതായത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് S23ക്ക്. അപ്പം ആ ഒരു ഭംഗി വെച്ച് നോക്കുമ്പോൾ ഇതിന് 2 ക്യാമറ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പോരായ്മയായിട്ട് കണ്ട അത്യാവശ്യം ഈ പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു ഫോണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ്ട് നമ്മുടെ ഇത് അത്യാവശ്യം സെറ്റപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ മൊബൈൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഡിസൈനാണ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്. നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാൻ ഹാൻഡ് ഫീൽ അടിപൊളിയാണ് കേട്ടോ ഈ ഫോൺ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മൊബൈലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം കൊള്ളാം. അതുപോലെ തന്നെ ഇതിന് 144 റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പെർഫോമൻസ് ഇത് കാഴ്ചവെക്കും. നല്ല അത്യാവശ്യം റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് ഞങ്ങൾ മേടിച്ചത് നൂണിൽ നിന്നാണ്. നൂണിൽ നിന്ന് മേടിച്ചൊരു മൊബൈലാണ്. 1129 റിയാൽ, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രൈസ് വരുമ്പോഴത്തേന് 25,000 രൂപയോളം ആയിട്ടുണ്ട് ഈ മൊബൈലിന് കണക്ക് കൂട്ടുമ്പോഴത്തേക്കിന്. നാട്ടിലും ഏതാണ്ട് ആ പ്രൈസൊക്കെ വരുന്നുണ്ട്. ഇതിൽ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം ഇതിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം മേടിക്കാനെ കൊണ്ട് മാക്സിമം ശ്രമിക്കുക. ക്വാളിറ്റി ഉള്ള സൗണ്ടൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഞാനൊരു അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ്. അതുപോലെ നല്ലതിൻ്റെ നമുക്ക് ഡിസ്പ്ലേയും കൂടി ഒന്ന് ജസ്റ്റ് നല്ലൊരു 4K വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 4K റെസൊല്യൂഷൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. കാരണം ഇത് OLED ആണ്, POLED ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി ക്ലാരിറ്റി ഉണ്ട്, കണ്ടല്ലേ? സൂപ്പർ ക്ലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നാണ്ടല്ലേ. നല്ല ക്ലിയർ ആണ്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ആയിട്ടുള്ള കുറേ നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേക്കകത്ത് എല്ലാവരും പറയുന്നത് കുറച്ച് ആക്സിഡൻ്റലി ടച്ച് വരുമെന്നാണ്. അങ്ങനെയൊന്നും വരത്തെയൊന്നുമില്ല. അങ്ങനെ വരെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പം ഇത് പിടിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് വീഡിയോ ഓൺ ആവേണ്ടതാണ്. അങ്ങനെയൊന്നും ഇതുവരെയായിട്ട് ആയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ സൈഡിൽ കർവ്ഡ് ഡിസ്പ്ലേക്ക് സൈഡിൽ ഒരുപാട് ടച്ച് ആക്സസിങ് കൊടുക്കത്തില്ലെന്നാണ് എനിക്ക് അറിയാം. മിക്കുള്ളവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളത്. ചില മൊബൈൽസിനുണ്ട്, പക്ഷേ ഇതിനകത്ത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇവിടെ തൊടുമ്പോഴേ വരുന്നുള്ളൂ. സൈഡിൽ തൊടുമ്പോൾ അതിന് ഇച്ചിരി ഒരു താമസം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്, നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും കൊള്ളാം, നല്ലൊരു മൊബൈലാണ്. എനിക്ക് റെക്കമെൻഡ് ചെയ്യാനെ കൊണ്ട് ഈ ഒരു പൈസയ്ക്ക് റെക്കമെൻഡ് ചെയ്യാനെ കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. കാരണം അത്യാവശ്യം നല്ലൊരു മൊബൈൽ ആയതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ നോക്കിയിട്ട് എടുക്കുക. കാരണം പലരും പല രീതിയിലുള്ള ആൾക്കാരാണ്. എന്തായാലും ക്യാമറയൊക്കെ നല്ല അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി ക്യാമറയാണ്. അതുപോലെ തന്നെ നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് അതിന് ശേഷം നിങ്ങൾ നല്ലൊരു തീരുമാനത്തിലോട്ട് എത്തുക. കാരണം ഡിസ്പ്ലേയിലാണ് ഫിംഗർ വരുന്നത്. അതുപോലെ തന്നെ പഞ്ച് ഹോളാണ് ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ കർവ്ഡ് ആണ്. ഡോൾബി സൗണ്ട് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഇതൊക്കെയാണ് എല്ലാവരും നോക്കാറുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഡിസൈനാണ്. ഇത്ര നോക്കുന്നത് തന്നെ ധാരാളമാണ്. അത്യാവശ്യം ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനെ കൊണ്ടൊക്കെ പറ്റിയ ഫോണായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നിലവിൽ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നല്ലൊരു പ്രൈസ് വരുന്നത് ഇവിടെ 1449 എക്സ്ട്രയിലും ജെറിയറിലൊക്കെ പ്രൈസ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് അത്യാവശ്യം എനിക്ക് റേറ്റ് കുറഞ്ഞിട്ടാണ് അതിനകത്ത് ഈ ഒരു കളറിന്, ഈ ലാവൻഡർ ബ്ലൂവിന് മാത്രമാണ് ഈ പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിയത്. അല്ലെങ്കിൽ 1450 റിയാലോളം ആകും ഇതൊരു നമ്മളിപ്പം ഷോപ്പിൽ നിന്ന് മേടിക്കാൻ നേരം. അതായത് ഇപ്പോൾ ഒരു ജെറിയറിൽ നിന്നോ അല്ലെങ്കിൽ നൂഡിൽ നിന്നോ, നൂഡിൽ തന്നെ ഈ കളർ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ റേറ്റ് മാറുന്നുണ്ട്. കാരണം എല്ലായിടത്തും ഓഫർ വരുമ്പോഴത്തേന് അത് നോക്കി മേടിക്കുക. ഗൾഫിലുള്ള, അതായത് സൗദി അറേബ്യയിലുള്ള ആൾക്കാർക്ക് മേടിക്കാനെ കൊണ്ട് ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ല മൊബൈലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡീസൻറ്റ് മൊബൈലാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്രയുള്ള എൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത്യാവശ്യം മൊബൈൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അവർ നല്ല റിവ്യൂസ് ഉള്ള ആൾക്കാരെ നോക്കി കണ്ട് എടുക്കാനെ കൊണ്ട് സാധിക്കട്ടെ. എന്തുപോലെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു മൊബൈലാണ്. എൻ്റെ ഫ്രണ്ടാണ് ഉപയോഗിക്കുന്നത്. അവൻ്റെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു അപ്ഡേഷൻ പോലെ ഞാനത് തരുന്നതായിരിക്കും. ഉപയോഗിച്ചിട്ട് എനിക്കിപ്പോൾ ഞാൻ ഇൻ ഹാൻഡ് ഫീലൊക്കെ സൂപ്പറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ കൊണ്ട് സാധിക്കും. കാരണം വളരെ തിക്നെസ്സൊക്കെ നല്ല കുറവുണ്ട്. അത്യാവശ്യം വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു 169 ഗ്രാമോളമാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം കൊള്ളാം, നല്ലൊരു ഫോണാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെയൊക്കെ നോക്കിയതിന് ശേഷം മാത്രം മൊബൈൽ എടുക്കുക. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ എത്തിയുള്ളൂ. എല്ലാവർക്കും ശുഭദിനം. ഓക്കെ, ബൈ.